പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് ആഡംബര വിമാനം. ഇത് മമതയ്ക്കെതിരെയാണ് വന്നിട്ടുള്ളത്. ഒരു ഇഡിയുടെ അന്വേഷണ റിപ്പോർട്ടുകളും റെയ്ഡിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ്. 160 കോടി രൂപയാണ് മമത ഇങ്ങനെ ഈ ബ്ലാക്ക് മണി, പണം വെളുപ്പിക്കൽ, കറപ്ഷൻ ഇങ്ങനെ കുറേ വകുപ്പുകൾ പ്രകാരമാണ് ഇഡി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ സ്വന്തം കീശയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളതെന്നാണ് ഇഡി പറയുന്നത്. അല്ല, ഈ മമതയുടെ പതനം ലോക രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർക്ക് ഒരു പാഠമാകേണ്ട ഒന്നാണ്. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിക്കുന്ന കാലത്താണ് മമത വരുന്നത്, വിദ്യാർത്ഥി നേതാവായിട്ട് വരുന്നത്, KC യൂത്ത് കോൺഗ്രസ് കാലത്ത്. അന്ന് മമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ KSUക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒരു വികാരമായിരുന്നു. കാരണം വില കുറഞ്ഞ കോട്ടൺ സാരി ഉടുത്ത് സാധാരണ അവരുടെ വീടിൻ്റെ ചിത്രം, അന്ന് സൺഡേ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു. ആ സൺഡേ മാഗസിനിൽ അച്ചടിച്ച് വെച്ചത് കുറേ കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ 3 അശോക ചെയർ മാത്രം. അശോക ചെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി വെക്കുന്ന ചെയറാണ് അശോക ചെയർ. 3 അശോക ചെയറും ഒരു ചെറിയ മേശയും അതിന് ചുറ്റും ആണ് അവരിയ്ക്കുന്നത്, അവരും അമ്മയും കൂടി. അത്ര സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആദർശ നിഷ്ഠയോടുകൂടി പ്രവർത്തിച്ച് വന്ന ഒരു നേതാവായിരുന്നു മമത. എൻ്റെ മനസ്സിൽ മമതയുടെ ചിത്രം വരുമ്പോൾ അതാണ് വരിക. പക്ഷെ അവിടെ നിന്നും മാറിയിട്ട് മമത സ്ട്രീറ്റ് ഫൈറ്ററാണ്. തെരുവിൽ യുദ്ധം ചെയ്യാൻ എന്നും താല്പര്യം കാണിക്കുകയും ആ യുദ്ധത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും വിജയിക്കുകയും ചെയ്ത ഒരു നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കമ്മ്യൂണിസത്തിനെതിരെയുള്ള തെരുവ് യുദ്ധത്തിൽ പലവട്ടം മമത ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കോൺഗ്രസ്സുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് അവർ TMC ഉണ്ടാക്കുന്നത്. ബംഗാളിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാക്കി അവരതിനെ വളർത്തിയെടുത്തു. 218 സീറ്റ് വരെ കിട്ടുന്നൊരവസ്ഥയിൽ ആ പാർട്ടി എത്തി. മൂന്ന് ടേമിൽ അവർ തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്ന്. പക്ഷെ അത് കഴിഞ്ഞുള്ള മമത എന്നെ നിരാശപ്പെടുത്തിയെന്നല്ല, എനിക്ക് വലിയ ദുഃഖമുണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. കാരണം അത്രയേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇനി താഴാൻ ബാക്കിയില്ലാത്ത അവസ്ഥയിലെത്തി. അതിൻ്റെ ഏറ്റവും ദയനീയമായ രംഗമാണ് അവരുടെ മന്ത്രിമാരും മിക്കവാറും പേര് അഴിമതിക്കാരായി. ആ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 8,000 ചില്ലാനം കോടിയുടെ അഴിമതിയാണ് അധ്യാപകരെ നിയമിക്കുമ്പോൾ നടത്തിയത്. ആ വിദ്യാഭ്യാസ മന്ത്രിയും അയാളുടെ ഒരു സിനിമാ നടിയായിട്ടുള്ള ഒരു രണ്ടാം ഭാര്യയല്ല, എന്തോ ഒരു സഹജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുമായിട്ട് അത്രയും പണമാണ് ഉണ്ടാക്കിയത്. അയാളപ്പോൾ പറഞ്ഞത് അത് ഞാൻ ഉണ്ടാക്കിയത് മമതയ്ക്ക് വേണ്ടിയാണെന്നാണ്. ആദ്യമായിട്ട് മമതയുടെ പേര് അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽ വരുന്ന അതിനകത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ഓരോ ഘട്ടത്തിലും അഴിമതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനത്തെയാണ് പാർട്ടി ഫണ്ടിൽ അഴിമതി നടത്തി എന്നുള്ളതാണ്. അഴിമതിയല്ല ഇതിനകത്ത് പ്രശ്നം. പാർട്ടി ഫണ്ടിൽ FCRAയും ഫെമയും ലംഘിച്ചിട്ടുണ്ട്. ഫോറിൻ മണി എക്സ്ചേഞ്ച് ഉണ്ടല്ല, ഫെമ. ആ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച്, അതിൻ്റെ ആ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ആ ഫെമ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ED ഇതിനകത്ത് എന്ന് വീണിരിക്കുന്നത്. അല്ലെങ്കിൽ ED വീഴില്ല. ഇപ്പോൾ പാർട്ടി ഫണ്ടിൽ നിന്ന് പാർട്ടി നേതാവ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ വിഷയമാണ്. അതിന് മറുപടി പറയേണ്ടത് ഇവരോടല്ല. അതിന് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ ജനറൽ ബോഡിയിലും പിന്നെ മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനിലുമാണ്. വേറെ ആരോടും മറുപടി പറയേണ്ട ബാധ്യതയില്ല. പക്ഷേ ഇതിപ്പോൾ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇത് വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പണം വാങ്ങുകയും പണം ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർ ചെന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ചെല്ലില്ല. അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് അത് കാര്യമുള്ളത്? അപ്പോൾ അതിൽ ഇത് ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുക, എന്നിട്ട് ആ ഹെലികോപ്റ്റർ തന്നെ ഇവർ വാങ്ങിച്ച ഹെലികോപ്റ്റർ പാർട്ടിയെ കൊണ്ട് വാടകയ്ക്ക് എടുപ്പിക്കുക. പാർട്ടിയുടെ ഫണ്ട് കൊണ്ട് വാങ്ങിച്ച ഹെലികോപ്റ്റർ പാർട്ടിയെ കൊണ്ട് വാടകയ്ക്ക് എടുപ്പിച്ചിട്ട് ആ പണം കൈമാറ്റം ചെയ്യുക. അങ്ങനെ സാധാരണഗതിയിൽ
കൊടിയ തരത്തിലുള്ള ഈ എന്താണ് പറയുക അഴിമതിക്കാർ ചെയ്യുന്ന രീതിയാണ് മമത ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പാഠപുസ്തകമാണ് മമത എന്ന് പറയാനുള്ള കാരണം എന്താ അറിയാമോ? ഇപ്പം മമതക്കൊന്നുമില്ല, ഒന്നുമില്ല. പാർട്ടിയില്ല, പാർട്ടിയിൽ അനുയായികളില്ല, ചിഹ്നമില്ല, പാർട്ടി ഓഫീസില്ല, എല്ലാം പോയി. ഒരാളും മമതക്ക് ഒരു കെട്ടിടം പാർട്ടി ഓഫീസായി പ്രവർത്തിക്കാൻ കൊടുക്കാൻ ഇന്ന് ബംഗാളിലില്ല. ഇത്രയും ദിവസം കൊണ്ട് ഇതുപോലെ തകർന്ന് തരിപ്പണമായി പോയ ഒരു നേതാവ് വേറെയില്ല. അവരുടെ കൂടെയുള്ള എല്ലാവരും അവരുപേക്ഷിച്ച് പോവുകയാണ്. ഒരാളെ ഉപേക്ഷിച്ച് കൂടെയുള്ള എല്ലാവരും പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് എന്തോ തെറ്റുകളില്ലേ? അല്ലെങ്കിൽ എല്ലാവരും പോകില്ലല്ലോ. ഇത് അവരുടെ ഏറ്റവും വിശ്വസ്തര് എന്ന് പറഞ്ഞ് അവർ നിർത്തിയിരുന്നവരെല്ലാവരും ഇപ്പോൾ അവർ അവരുടെ ഫാക്ഷൻ്റെ പ്രസിഡൻ്റാക്കി വെച്ച് അവരും പോയിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്ക്, അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, തൻ്റെ വിശ്വസ്തര് എന്ന് പറഞ്ഞ് ആരെയൊക്കെ നിർത്തി അവരെല്ലാം പോയി. അവരുടേതായി പാർട്ടിയും കൊണ്ട് അവർ പോയി. ഇപ്പോൾ അവരവസാനം പറഞ്ഞത് എൻ്റെ വീട്ടിലായിരിക്കും പാർട്ടി എന്നാണ്. സ്വന്തം വീട്ടിലാണ് പാർട്ടി. മമത രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിന്നാണ് ആരംഭിച്ചിരുന്നത്. ആ വീട്ടിലെ 3 അശോക ചെയറിന് ചുറ്റും ഇരുന്നിട്ടായിരുന്നു മമതയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം. ഇങ്ങനെ വരുന്ന സമയത്ത് മമതയുടെ വീട്ടിലേക്ക് ഒതുങ്ങി ആ വീട്ടിൽ സൗകര്യങ്ങൾ കുറച്ച് അധികം ഉണ്ട് എന്നല്ലാണ്ട് വേറൊരു മാറ്റവും ഇല്ല. ഇതാണ് മമതയുടെ ആ ജീവിതം. അവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും അധികാരത്തിൻ്റെ ഒരുപാട് അവസരങ്ങളിലൂടെ കടന്ന് പാർട്ടിയിലെ സർവാധികാരിയക്കാരിയായി. ഇനി തനിക്ക് ചുറ്റും തനിക്ക് മുകളിൽ ആരുമില്ല എന്ന അഹങ്കാരത്തോടു കൂടി നടന്നിരുന്ന ഒരു നേതാവ് ഇന്നിപ്പോൾ കയറിയിരിക്കാൻ സ്വന്തം വീടല്ലാതെ വേറെ ഒരു ആസ്ഥാനമില്ല എന്ന അവസ്ഥയിലെത്തി. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ ചീമുട്ടേറിയുന്നു. ജനങ്ങൾ ചീമുട്ടേറിയുന്ന അവസ്ഥയിലെത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം അപ്പുറം നരകതുല്യമായ ജീവിതമാണ് അവർ നടത്തിയത്. അത്രയ്ക്ക് നരകതുല്യം. കാരണം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ആശുപത്രികൾ അനാഥമാക്കപ്പെടുന്ന പോലെ അവസ്ഥയിലെത്തി. ഭരണം ഒട്ടും സുതാര്യമല്ലാതെയായി. ഓരോ ഘട്ടത്തിലും അഴിമതിയല്ലാതെ വേറൊന്നും നടക്കാതെയായി. അവരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ താനിതാ ലോകത്തിൻ്റെ സർവാധിപതിയായി തീർന്നിരിക്കുന്നു എന്ന അഹങ്കാരത്തോടു കൂടി നടന്ന് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. 218 സീറ്റിൽ നിന്ന് മത്സരിച്ച ഒരു കക്ഷി അതിൻ്റെ എതിർ കക്ഷികൾക്ക് 208 സീറ്റ് സമ്മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് 80 സീറ്റുമായിട്ട് വന്നിരുന്ന് ആ 80 സീറ്റിൽ ഒരാളും ഇപ്പോൾ അവരുടെ കൂടെയില്ല. അവർ MLA യും അവരും തോറ്റു. അവർ MLA യും അല്ല, അവർ പാർട്ടി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രസിഡൻ്റ് ആകേണ്ടി വരും. അവരുണ്ടാക്കിയ പാർട്ടി അവരിൽ നിന്ന് പോയി. മഹാഭാരതത്തിൽ നളൻ്റെ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അവർ. കാരണം നളചരിതം വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഭാര്യ പോയി, രാജ്യം പോയി, ഭാര്യ പോയി, കുടുംബം പോയി, എല്ലാം പോയി. അവസാനം ഉടുതുണി കൂടി ഒരു കാറ്റിൽ പറന്നു പോയിട്ട് ദിഗംബരനായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ദിഗംബരനായി നിൽക്കുന്ന നളൻ്റെ ചിത്രമാണ് ഇപ്പോൾ സകലതും നഷ്ടപ്പെട്ട് പെരുവടിയിൽ നിൽക്കുന്ന മമത പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത്. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ മമത ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. ആ തീർച്ച വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ഫെമ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മമത അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകേണ്ടി വരും. അതുകൂടെ ഉള്ളൂ, ഇനി അതുകൂടെ ബാക്കിയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ
നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.